ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CMF ഫോൺ 2 Pro, അതായത് നത്തിങ്ങിൻ്റെ സബ്രാൻഡായ CMF ഫോൺ 2 പ്രോയുടെ ഒരു ബേസിക് ഓവർവ്യൂ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ബേസിക് റിവ്യൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് നമ്മുടെ ഈ ഫോണില്ല, പക്ഷേ എന്നാലും അതിൻ്റെ മേന്മകൾ പോരായ്മകൾ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇഷ്ടം പോലെ നത്തിങ്ങിനെ പ്രേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ, അതായത് ഇതുപോലെ നല്ലൊരു ഫോൺ വേറെ ഇല്ല, ഈ ഒരു ബഡ്ജറ്റ് വേറെ ഫോണേ കിട്ടാനില്ല, ഇതുപോലെ സ്പെസിഫിക്കേഷനുള്ള വേറെ ഫോൺ ഇത് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ളതുണ്ട്. എന്നാലും ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും നത്തിങ് ഫോണിൻ്റെ കാര്യം പറഞ്ഞു. നത്തിങ് ഫോൺ ഇറങ്ങി അതിന് സബ് ബ്രാൻഡായിട്ടുള്ള CMF ഇറങ്ങി. ഇപ്പം ഈ CMFനും നത്തിങ്ങിനും സെയിം ആണ് നത്തിങ് OS. ഇപ്പം CMFിൻ്റെ ഫോൺ 2 Pro ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നത്തിങ്ങിന് 3.2 ആണ് OS വേർഷൻ വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ക്ലീനസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലുള്ള സാംസങ് ആണെങ്കിലും വിവോ, ഒപ്പോ, റെഡ്മി, റിയൽമി എല്ലാ ബ്രാൻഡുകളുടെ എടുത്ത് നോക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് നത്തിങ്ങിൻ്റെ OS തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ മാത്രം നോക്കിയിട്ട് കാര്യം പറ്റില്ല, ഡിസ്പ്ലേ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കണ്ടാണ് CMF ഫോൺ 1 അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2 ഇതിൻ്റെ ഉപയോഗിക്കുന്ന യൂസേഴ്സ് അവർ ഓൺലൈൻ പോസ്റ്റ് ചെയ്ത ഒരു ഇതായിരുന്നു. അതിനകത്ത് അവർക്ക് ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഔട്ട്, ഒരു വൈറ്റ് സ്ക്രീൻ പോലെ അവരുടെ സ്ക്രീനിൽ കാണുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് നത്തിങ്ങിനോട് തിരക്കിയപ്പോഴത്തേന്, അതായത് നത്തിങ്ങിൻ്റെ ഫെസിലിറ്റി ആൾക്കാരോട് തിരക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞു അതിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ അധികം ന്യൂസുകാർ ഇത് എടുത്തിട്ടില്ല. അപ്പം അങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് തന്നെ നമുക്ക് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോണുകൾ ഇറക്കിയിട്ടും കാര്യമില്ല, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ നല്ല ഫോണുകളാണ്. അപ്പം ഇത്ര ഡാമേജ് ഉള്ളതാണെങ്കിൽ പിന്നെ ആൾക്കാർ മേടിക്കുന്നൊരു കാര്യമില്ല. പക്ഷേ ഓൺലൈൻ നമ്മൾ എവിടെ ശ്രദ്ധിച്ചു തരും അതിന് നല്ല ഡിമാൻഡ്. അതായത് ഇപ്പം ഫ്ലിപ്കാർട്ടിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പം CMFിൻ്റെ ഫോണുള്ള അതുപോലെ നത്തിങ്ങിൻ്റെ ഫോണുകളാണെങ്കിലും എല്ലാത്തിനും നല്ല റേറ്റിങ്ങും നല്ല പർച്ചേസിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ CMF ഫോണിന് 18,999 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. CMF ഫോൺ 2 Proയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന് 6.77 ഫുൾ HD അമോൾഡ് OLED ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3000 ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡയമസിറ്റി 7300 Pro എന്നുള്ള പ്രോസസ്സറാണ്. ഇതിലേക്ക് പിന്നെ കിടക്കാം. അതുപോലെ ഇതിൽ 50 MB മെയിൻ ക്യാമറ, 50 MB ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. ഇത് 5000 mAh ബാറ്ററി ഉണ്ട്, 33 വാട്ട് ചാർജർ. ഇതുവരെ നത്തിങ് ഫോണുകൾ കൊടുക്കാത്ത സാധനം ഇതിൽ CMF ആദ്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചാർജർ 33 വാട്ട് ചാർജർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ UFS സ്റ്റോറേജ് എന്ന് പറയുന്നത് 2.2 ആണ്. പിന്നെ ആൻഡ്രോയിഡ് 15, നത്തിങ് OS 3.2 ആണ്. 3+6, അതായത് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷൻ, 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. IP54 ആണ് റേറ്റിംഗ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 185 ഗ്രാം, അത്രയും വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ 7.88 mm തിക്നെസ്സാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബേസിക് ഒരാൾ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ക്യാമറ 50, 8 സ്ക്രീൻ ഇത്രയുണ്ട്, അമോൾഡ് ഉണ്ട്, ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. 18 രൂപ അല്ലെങ്കിൽ 19 രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ 18 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. 18,000 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും വിചാരിക്കും ഓക്കെ നല്ല ഫോണായിരിക്കണം. പക്ഷേ ഇതിനകത്ത് ഈ പ്രൈസിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ Dimensity 7300 Pro. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ഒരു 14,000 ഒരു 15,000 രൂപയ്ക്ക്, അതായത് റിയൽമിയൊക്കെ അല്ലെങ്കിൽ ലാവ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ്. അതിൻ്റെ പേര് മാറ്റി, അതായത് 7300 എന്നുള്ളത് ജസ്റ്റ് ഒരു ഓൾട്ടർനേഷനാണ് പ്രോ എന്നുള്ളത് ഈ ഇറക്കിയിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് തന്നെ പറയാനുള്ളൂ. കാരണം സെയിം ആർക്കിടെക്ചർ വെച്ചിട്ടാണ് ഈ പ്രോസസ്സർ നിർമ്മിച്ചിരിക്കുന്നത്. പേര് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതും ഒരു കസ്റ്റമർ പോയി പുതിയൊരു ഫോൺ മേടിക്കുമ്പോഴത്തേന് പ്രോ എന്ന് കേട്ട് കഴിയുമ്പോഴത്തേന് പുതിയതാണ് എന്നുള്ളൊരിത് വരില്ലേ. അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനികൾ ഓരോ രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പറയാനായിട്ട് ക്യാമറ മെയിനായിട്ട് നമുക്ക് പറയാം. 50 MB 8 MB. പക്ഷേ 50 MB എന്തൊരു ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കണ്ടെങ്കിൽ ഇതിൽ OS എന്നുള്ള സംഭവമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫോട്ടോ നടന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം, ഈ ഷെയ്ക്കി ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ 50 MB മെയിൻ ക്യാമറ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ GM9 സെൻസറാണ്. അതുപോലെ തന്നെ 50 MB ഒമ്നിവിഷൻ്റെയാണ് ഒപ്റ്റിക്കൽ, അതായത് നമുക്ക് ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. അതിന് OS ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് നിന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫുള്ള് ബ്ലറായിരിക്കും. അതുപോലെ തന്നെ ഒമ്നിവിഷൻ്റെ ക്യാമറ സെൻസർ സോണി സാംസങ്ങിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ലൈറ്റ്
ക്യാപ്ചർ ചെയ്യുന്നത് കുറവായിരിക്കും. പിന്നെ 8 MB നോർമലി വൈഡ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. 19 രൂപയ്ക്ക് UFS 2.2 സ്റ്റോറേജ് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി പോലത്തെ ഒരു നല്ലൊരു ബ്രാൻഡുകളൊക്കെ UFSൻ്റെ 3.1 വരെ അവരുടെ ഫോണുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒപ്പോയും കൊടുത്തു തുടങ്ങി. ഒപ്പോയുടെ K സീരീസൊക്കെ ആ പ്രൈസിൽ 3.1 സ്റ്റോറേജ് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നത്തിങ്ങിൻ്റെ എടുത്ത് പറയാനായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല. ആകെ അവർ ആഡ് ചെയ്തിരിക്കുന്നത് എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ എന്താണ് കാണുന്നത് അത് സ്റ്റോർ ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ അത് മൾട്ടിപർപ്പസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ അതിൽ നല്ല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ്, അതായത് മോട്ടറോളയൊക്കെ ഇപ്പം പണ്ടത്തെ ചാത്ത സാധനങ്ങളിൽ നിന്ന് ഇപ്പോൾ എത്രത്തോളം അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അവരുടെ ഓരോ ഫോൺസും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം പറയാനായിട്ട് ഈ എസെൻഷ്യൽ കീ പോലെ തന്നെ മോട്ടറോളയ്ക്കും ഒരു AI ബട്ടണുണ്ട്. അതിൽ ഫുള്ളി കസ്റ്റമൈസ്, അതായത് പെർപ്ലെക്സിറ്റിയും കോപ്പൈലറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ AI. അതുകൊണ്ട് തന്നെ ഫാസ്റ്റാണ്, ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ആണ്. ഏത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത്, ടു ഡു എന്താണ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് ചെയ്യുന്നത് എല്ലാം നമുക്കതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വെർത്തായിരിക്കാം. കാരണം ഇത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന റീസൺ വെച്ചിട്ട് ചിലർക്ക് വെർത്തായിരിക്കാം. പക്ഷെ പുതിയൊരാൾ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്നത് അത് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ള ബ്രാൻഡുകൾ നോക്കുക. കാരണം ഒപ്പോയൊക്കെ ഇപ്പോഴും K സീരീസ്, K13 സീരീസൊക്കെ നല്ല മച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ള നല്ല പ്രൊസസ്സറും നല്ല ക്യാമറ, നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെയുള്ള 7000, അല്ലെങ്കിൽ ഇപ്പം റിയൽമി അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന 10000 mAh. ഇത് നോർമൽ നമ്മുടെ ബാറ്ററി അല്ല, ഇത് സിലിക്കോൺ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര നല്ല കപ്പാസിറ്റി ബാറ്ററീസാണ് ഇനിയുള്ള സ്മാർട്ട് ഫോണുകൾ വരുന്നത്. ഇതുപോലത്തെ നല്ല ടെക് വ്യൂസിനും അതുപോലെ തന്നെ റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.